കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ക്ലാസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വെളിപാട് പുസ്തകം ഇപ്പോൾ പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ 3-ാം അധ്യായത്തിലെ ആദ്യത്തെ സഭയെക്കുറിച്ചുള്ള പഠനമാണ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായത്തിലെ 4 സഭകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്താൻ ശ്രമിച്ചത്. അതില് ത്രിയേതീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഒടുവിൽ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോവുമായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ പ്രിയ ജോൺ ലിമോൻ ചോദിച്ചത് എന്താ അങ്ങനെ ഒന്ന് ഓടിച്ചു പോയാൽ, വർഷം തീർക്കണം എന്നുള്ള താല്പര്യത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ സഭകളെ കുറിച്ചുള്ള പഠനം. പ്രത്യേകിച്ചും ഈ 7 സഭകൾ, ലവോദിക്ക സഭ വരെയുള്ള 7 സഭകൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഭായുഗത്തെ മൊത്തം കാണിക്കുന്നു. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പഠനമാണ്. അതൊരു വലിയ പഠനമാണ്. നമ്മൾ വളരെ താല്പര്യത്തോടെ ഇവിടെ ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, വീട്ടിൽ ചെന്നു ഒരു പഠനത്തിന് തയ്യാറാകണം. അത് വളരെ പ്രയോജനകരമായിരിക്കും. ഈ 3-ാം അധ്യായത്തിൽ സർദീസ്, പിന്നെ ഫിലദൽഫിയ, ലവോദിക്ക 3 സഭകളെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് നമ്മൾ കാണുന്നത്. ഇത് സർദീസിലെ സഭ 1 മുതൽ 6 വരെയുള്ള വചനം, വളരെ ചുരുങ്ങിയ ഒരു ദൂതാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സന്ദേശമാണ് ഇവിടെ കർത്താവ് ഈ സഭയോട് ബന്ധപ്പെട്ട് നൽകുന്നത്. ഞാൻ ഈ പട്ടണത്തെക്കുറിച്ചും ഈ സഭയെക്കുറിച്ചും ഒരു ലഘു വിവരണം, അത് ജിയോഗ്രഫിക്കലായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. എങ്കിലും ഞാൻ അത് അത്രയ്ക്ക് പ്രാധാന്യം നൽകി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ, ഒരു ശീർഷകം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ 3-ാം അധ്യായത്തിൽ തന്നെ 1-ാം വാക്യത്തിലുണ്ട്. എന്താ? ചത്ത സഭയെന്ന്, മരിച്ച സഭയെന്നല്ല എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ. എന്താ? മരിച്ച സഭയെന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവൻ ആകുന്നു. തൊട്ട് താഴെ നോക്കിയേ, 2-ാം വാക്യത്തില് ചാവാറായ ശേഷി. അപ്പോ മരിച്ചു എന്നുള്ള പ്രയോഗം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതെന്താ? ചാവ 2 കൂട്ടരുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. ഒരു കൂട്ടർ ചത്തവരാ. ഈ സഭയിലുള്ള ഒരു കൂട്ടരാരാ? ഒരു കൂട്ടർ എന്തായാലും ചത്തവരാ. മറുകൂട്ടരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ബ്രദർ സഭകളെ കുറിച്ച് പൊതുവെ പെന്തക്കോസ്തുകാര് പറയാറുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ദൂഷണം എന്ന് പറയേണ്ട ദോഷം എന്താ? അവരുടെ ആരാധനയ്ക്ക് പോയാൽ തന്നെ എന്താ, ഒരു ചൈതന്യവും ഇല്ല, ഒരു ചത്ത ഏർപ്പാടാണ്. ഇതിനൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. അത് എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഈ പലരും വിചാരിച്ചിരിക്കുന്ന തിരുവത്താഴമൊക്കെ വെച്ച് ആരാധിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കർത്താവ്, എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പലരുടെയും വിചാരം എന്താണെന്നറിയാമോ, ഈ അപ്പവും വീഞ്ഞും ഇങ്ങനെ വെച്ചിട്ട് ഒരു വെള്ള തുണിയൊക്കെ ഇങ്ങനെ വിരിച്ച് ഇട്ട് എല്ലാരും ചുറ്റിനും ഇരുന്ന് ശ്രീ യേശുനാഥാ നിൻ
സ്നേഹം എന്നുള്ളത് നീട്ടി വലിച്ചു പാടുമ്പോൾ കർത്താവ് ഇങ്ങനെ മരിച്ചു കിടക്കുക, നമ്മളെല്ലാവരും സങ്കടത്തോടെ അതിന് ചുറ്റും ഇരിക്കുകയാണെന്നുള്ള ചിന്താഗതി. എന്നാൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സിയോമിന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ലോകത്തിൽ ഒരു മരണത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്ന് പറയുമോ, തമ്പാച്ചൻ മരിച്ചുപോയി അല്ലെങ്കിൽ തമ്പാച്ചൻ മരിച്ചുപോയി ദൈവത്തിന് സ്തോത്രം എന്ന് പറയാമോ? ഒരിക്കലും പറയത്തില്ല. വിവേകമുള്ളവരാരും അങ്ങനെ പറയത്തില്ല. എന്നാൽ ഓർത്ത് നോക്കിയേ, യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? എന്റെ കർത്താവ് മരിച്ചു, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ തിരുവത്താഴം വെച്ചുള്ള ആരാധനയിൽ ഒരു മരണ വീട്ടിലെ ആരാധനയാണെന്ന് ആരും വിചാരിക്കരുത്. അത് മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് പാട്ട് പാടുമ്പോഴാണെങ്കിലും ആരാധന, ആ വാക്കത്രയും പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ആരാധിക്കുമ്പോഴാണെങ്കിലും വചനത്തിലെ ഇതര ഭാഗങ്ങൾ വായിച്ച് ആരാധിക്കുമ്പോഴാണെങ്കിലും ഒരു ആത്മീക ചൈതന്യം നമ്മൾ അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയല്ല. ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിക്കണം, കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയല്ല. പിന്നെ നമ്മളിൽ അത് എന്താ സ്വാഭാവികമായിട്ട് അത് ആത്മാവിൽ ഉണ്ടാകേണ്ടത് ആവശ്യം. അങ്ങനെ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ സഭകളിലെ പ്രായോഗിക കാര്യങ്ങളെ ഓർപ്പിക്കുന്നത് നന്നായിരിക്കുമല്ലോ. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഈ സർദീസ് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഭൂമിയോടടുത്ത നക്ഷത്രങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയുന്നു അല്ലേ? നക്ഷത്രങ്ങൾ നല്ലൊരു പങ്ക് അസംഖ്യം നക്ഷത്രങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെ. അതേ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അറിയാതെ തന്നെ നക്ഷത്രങ്ങൾ മരിച്ചു പോകുന്നുണ്ട്, നക്ഷത്രങ്ങൾ ഇല്ലാതെ ആകുന്നുണ്ട്. എന്നാൽ ഈ ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ട്. ഈ ഒരു സൂര്യനെ നമ്മൾ കാണുന്ന ആ സൂര്യന്റെ ഏറ്റവും ചെറിയ നക്ഷത്രത്തിന് 10 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ടെന്നാണ്. അത്രയ്ക്ക് വലിപ്പമുള്ളതാണ് നക്ഷത്രങ്ങൾ. പക്ഷെ ഇത് അകലെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തോന്നുക. സർദീസ് സഭയെ കുറിച്ചും ഈ ദൈവദാസൻ എഴുതിയത് ഒരു കാലഘട്ടത്തില് സൂര്യനെ പോലെ, നമുക്ക് സൂര്യനെ കാണുന്നത് പോലെ ശോഭിച്ച ഒരു സഭയാണ്. പക്ഷേ കാലക്രമേണ ആ സഭ എന്ത് ചെയ്തു? ചത്തുപോയി. അതൊരു വലിയ അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള പഠനം നമ്മുടെ സഭകളിലെ ഒരു ആത്മീക ഉണർവിന് നിദാനമായി തീർന്നാൽ നല്ലതാണ്. ഒരു ആത്മീക ചൈതന്യം, ഒരു ഉണർവും ഇടയായാൽ നല്ലതാണ്. ഇനിയും ഈ സ്ഥലം സഭയെക്കുറിച്ചും ഈ പട്ടണത്തെക്കുറിച്ചും പറയുന്നത്, ഞാൻ പട്ടണത്തെക്കുറിച്ച് വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ പറയുന്ന 7 സഭകളിൽ വളരെ സമ്പന്നമായ ഒരു 7 പ്രദേശങ്ങളിൽ, 7 പട്ടണങ്ങളിൽ വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു, ഒരു പട്ടണമായിരുന്നു സർദീസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സർദീസ് പ്രധാനമായിട്ട് സർദീസിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയെ അറിയപ്പെടുന്നത് പാക്ടോലസ് എന്ന നദിയാണ്. ഈ നദിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ നിലമ്പൂർ ഭാഗത്ത് പോയിട്ടുള്ളവർക്കറിയാം, മലബാറൊക്കെ അറിയാവുന്നവർക്കറിയാം, അവിടെ ഒരു നദിയുണ്ട്. അതിന്റെ പേര് പുന്നപ്പുഴ എന്നാണ്. പുന്നപ്പുഴ എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ ആ പ്രദേശത്തൂടെ പോയാൽ ഈ നദിയുടെ ഈ പുഴ, അവിടെ പുഴയെന്ന നദിക്ക് എല്ലാവരും പറയുന്ന പുഴയെന്ന്, ഈ പുഴയുടെ 2 സൈഡിലും രാവിലെ മുതൽ ഏതാണ്ട് ഇരുട്ടുന്നിടം വരെ ആളുകൾ വന്നിരുന്ന് അരിപ്പ കൊണ്ട് അതിലെ മണ്ണെടുത്ത് ഇങ്ങനെ അരിക്കുന്നത് കാണാം.
എന്താണെന്നറിയാമോ? സ്വർണത്തിന്റെ അംശം അതില് ഉണ്ടെന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ആയിരുന്നു ഈ ആക്ടോലസ് നദിയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അതില് സ്വർണത്തിന്റെ, ഞാനിത് ചുമ്മാതെ പറയുന്നതല്ല, ഞാൻ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ ആർക്കിയോളജിസ്റ്റ്, പുരാവസ്തു ഗവേഷകന്മാർ, ഈ അടുത്ത കാലത്ത് അവര് കണ്ടെത്തിയതാണ്. ആ നദിയോട് ബന്ധപ്പെട്ട് ഭൂഗർഭ ഗവേഷണം നടത്തിയപ്പോൾ ആ പ്രദേശത്ത് ധാരാളം സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെ വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു ഈ സർദീസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, പർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു, ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. ഈജിയൻ കടലിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിനോട് ചേർന്ന് ഒരു വലിയ ഹൈവേ പോലും പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ ഇതര രാജ്യങ്ങളുമായിട്ട്, ഇതര സ്ഥലങ്ങളുമായിട്ട് വ്യാവസായിക ബന്ധത്തിൽ, കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു വ്യാവസായിക നഗരം കൂടെ ആയി. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ ത്രിയേഥീര സഭയെ കുറിച്ച് പഠിച്ചതുപോലെ ഏറ്റവും അധികം വസ്ത്രവ്യാപാരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സർദീസ് എന്ന് പറയുന്ന സ്ഥലം. ഇത് BC 1200 സ്ഥാപിതമായ ഒരു നഗരമാണ്. BC 1200 ഇത് സ്ഥാപിതമായി. എന്നാൽ പിൽക്കാലത്ത് ഇത് ഏറ്റവും അധികം പ്രസിദ്ധമായി തീർന്നത് AD 133 മുതലുള്ള കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഈ സ്ഥലം റോമ ഗവൺമെന്റിന്റെ അധീനതയിലേക്ക് വന്നു. അതുമുതൽ ആണ് ഈ സ്ഥലം ഏറ്റവും അധികം പ്രസിദ്ധമായി തീർന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഈ പട്ടണത്തെ കുറിച്ച് ഒരു വാക്കൂടെ പറയട്ടെ. ഈ സ്ഥലത്ത് AD 17 ഒരു ഭൂഗർഭ ഭൂചലനം, ഭൂമിക്കടിയിലുണ്ടായ ഒരു ഭൂചലനം നിമിത്തം ഈ സ്ഥലം നശിച്ചു. എന്നാൽ പ്രസിദ്ധനായ തിബരിയാസ് കൈസറാണ് പിന്നീട് ഈ സ്ഥലം, ഈ നഗരം പുനർനിർമ്മിച്ചത്. അതിനുള്ള നന്ദി സൂചകമായിട്ട് ഈ സർദീസുകാർ എന്ത് ചെയ്യുന്നറിയാമോ? തിബരിയാസിന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിതുകൊടുത്തു. അങ്ങനെയും പ്രസിദ്ധമായ ഒരു നഗരമാണ്. ഇനി മറ്റൊരു കാര്യം, ഈ നഗരത്തില് ഈ സർദീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ വേറൊരു കാര്യം, എഫേസോസുകാർ ആരാധിച്ചുകൊണ്ടിരുന്ന അർത്തമിസ് ദേവിയായിരുന്നു ഇവിടെയും ആരാധിച്ചുകൊണ്ടിരുന്നത്. അർത്തമിസ് ദേവിക്ക് വേറൊരു പേരുണ്ടറിയാമോ? പൊതുവെ അറിയപ്പെടുന്ന ഗ്രീക്കിലെ പേര് എന്താ? ഡയാന എന്നുള്ള പേരാണ്. ഡയാന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനിയും ഈ സ്ഥലത്ത് മറ്റൊരു വലിയ പ്രാധാന്യമുള്ളത്, ഈ സ്ഥലത്തല്ല, സർദീസിലല്ല, സർദീസിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് ഒരു ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളം എങ്ങനെയുള്ള തണുത്ത വെള്ളം അല്ലേ? എന്നാൽ ഇതിനകത്തുനിന്ന് വരുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ്. ഈ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? ഈ ചൂടുള്ള വെള്ളം ഈ ഭൂമിയിൽ നിന്ന് വരുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ വെള്ളം ആരെങ്കിലും മരിച്ചവരുടെ മേൽ കൊണ്ടുപോയി തളിച്ചാൽ ആ മരിച്ച ആള് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതാണ് ഇവിടെ ഈ മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും കാര്യം പ്രധാനമായിട്ടും പറയാൻ കാരണമായി തീർന്നതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്തായാലും ഒരു കാര്യം, യോഹന്നാന്റെ കാലത്ത് വളരെ സമ്പൽ സമൃദ്ധമായ ഒരു നഗരമായിരുന്നു ഈ സർദീസ്. ചെറിയൊരു ഭൂപ്രദേശമായിരുന്നെങ്കിലും വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു ഇത്. സർദീസ് എന്ന വാക്കിന്റെ അർത്ഥം
ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടായി ക്ലാസ് എടുക്കുന്നത്. അപ്പോ അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട YSKL സാറിന്റെ പുസ്തകം ഞാൻ നോക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് സർദീസ് എന്ന വാക്കിന്റെ അർത്ഥം ഒളിച്ചോടിയവൻ. സർദീസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒളിച്ചോടിയവൻ എന്നാണ്. ഇനിയും അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റ് എഴുത്തുകാരും എഴുതിയിട്ടുണ്ട്. 1517 മുതലുള്ള AD 1517 മുതലുള്ള സഭാകാലയളവിലാണ് സർദീസ് സൂചിപ്പിക്കുന്നതെന്നാണ്. ഞാൻ വർഷം പറയാം. 1517 മുതൽ 1750 വരെയുള്ള കാലഘട്ടം. 1517 മുതൽ 1750 വരെയുള്ള കാലം. ഈ കാലത്ത് ഒളിച്ചോടിയ ജനം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് YSKL സാർ അത് പറയാനുള്ള കാരണം. എന്ന് പറഞ്ഞാൽ ഈ 1500കളിലാണ്, അഥവാ 15-ാം നൂറ്റാണ്ട് കഴിയുന്ന കാലഘട്ടത്തിലാണ് ദൈവം ലൂതറിനെ എഴുന്നേൽപ്പിച്ചത്. കത്തോലിക്ക സഭയിൽ നിന്ന് റോമൻ ആധിപത്യത്തിലുള്ള സഭയെന്ന് പറയാൻ പറ്റിയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ആധിപത്യത്തിലുള്ള സഭ അല്ലെങ്കിൽ സമുദായം, അതിൽ നിന്ന് ലൂതർ ഒളിച്ചോടിയല്ല, അത് അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നുള്ളൂ. ലൂതർ വേർപെട്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് നോക്സ്, സിംഗ്ലി, വിക്ലിഫ് തുടങ്ങിയുള്ളവർ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ഇവരുടെ കാലഘട്ടത്തിലാണ് വലിയ ആത്മീക ഉണർവ് ഉണ്ടായത്. നമുക്കറിയാം, വിക്ലിഫും സിംഗ്ലിയും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ സൈമൺ സാറിന്റെ ഒരു പാട്ടിൽ അതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാടുന്നുണ്ട്. എനിക്കറിയത്തില്ല ജോൺ ലിമോൻ പാടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറുപ്പക്കാരൊക്കെ ആ പാട്ട് മനതാർ മുകുരത്തിൽ പ്രകാശ് അല്ലേ, മനതാർ. ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം പഠിപ്പിച്ച പാട്ടാ. നാക്ക് ശരിക്കും വഴങ്ങുന്നവർക്ക് മാത്രമേ ആ പാട്ട് പാടാൻ പറ്റുള്ളൂ. ആ പാട്ടിനകത്ത് ഇവരുടെ എല്ലാം ഒരു വിക്ലിഫ്, സിംഗ്ലി തുടങ്ങിയുള്ള ഈ ഭക്തന്മാരുടെ എല്ലാം പേര് ആരെഴുതിയിട്ടുണ്ട്? സൈമൺ സാറ് ചരിത്രപരമായി തന്നെ പഠിച്ച് എഴുതിയിട്ടുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നവർ, ശിരച്ഛേദം ചെയ്യപ്പെട്ടവർ, അവരുടെയൊക്കെ കാര്യം ആ പാട്ടിലുണ്ട്. ഇനിയും മറ്റൊരു കാര്യം കൂടെ, ഈ പാട്ട് നമ്മുടെ ഈ റാന്നി പ്രദേശങ്ങളിലും പലരും പാടി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പാട്ടൊക്കെ പാടുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പാടണമെന്നും അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പാടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവജനത്തിൽ പാട്ടിനുള്ള പ്രാധാന്യം പലർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഈ സന്ദർഭം വന്നുകൊണ്ട് പറയുകയാണ്. ഞാനും കുഞ്ഞഞ്ചാനും കൂടി ഇവിടെ വന്നപ്പോൾ സംസാരിച്ച ഒരു കാര്യം, ആദ്യത്തെ 2 പാട്ട് എന്തിനാ? ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ, നമ്മുടെ സഭാ കൂടി വരെയുള്ള ആദ്യത്തെ 2 പാട്ട് എന്തിനാ? കർത്താവിനെ മഹത്വപ്പെടുത്താനൊന്നുമല്ല, പിന്നെ എന്തിനാ? ആളെ കൂട്ടാൻ. ഒരു പാട്ടൂടെ പാടാം. ചിലൂടെ എന്തൊരു കാഴ്ചപ്പാടാ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ. ദൈവവചനം മനസ്സിലാക്കിയവർക്ക് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. പാട്ടിന്റെ പ്രാധാന്യം എന്താ? അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണ്. ഇനി പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും മനസ്സിലായി. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ആത്മീക കാര്യങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കണം. ആ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവസേനയിൽ തെറ്റുകാരാണ്. ഇനി ഈ പാട്ടിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, നമ്മുടെ കൂടിവരവുകളിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. കൂടി വരുന്നുണ്ട് ആദ്യം ഒരു പാട്ട് പാടാം. നമുക്ക് എല്ലാവർക്കും ആദ്യം പാടുന്ന പാട്ട് ഏതാ? നടത്തിടുന്നു
ദൈവം തന്നെ. അതേത് പാട്ടാ? അത് ക്രിസ്തീയ ജീവിതമാണ്. ഒരു കൂടിവരവിൽ ആദ്യം പാടേണ്ട പാട്ട് ഏതാ? സ്തോത്രഗീതം. ഇനിയെങ്കിലും മനസ്സിലാക്കണം എല്ലാവരും കേട്ടോ. ഒരു സഭാ കൂടിവരവ്, അത് ഇടദിവസത്തെ ആയിക്കോട്ടെ, ആരാധനായോഗമായിക്കോട്ടെ, ഇത് പറയണ്ടേ? പറഞ്ഞ പ്രയോജനമാണോ? പ്രയോജനമാണല്ലേ. സഭയ്ക്ക് പ്രയോജനം ചെയ്യാനുണ്ടോ നമ്മുടെ ക്ലാസ്സുകള്? ഇന്ന് അവിടെ നമ്മുടെ പ്രാർത്ഥന, പ്രതിമാസ പ്രാർത്ഥന, ആദ്യം പാടിയ പാട്ട് എത്ര മനോഹരമാണ്. എന്നുള്ളമേ സ്തുതിക്കുന്നു. അത് ആരാധനാ ഗാനമാണ്. അപ്പൊ ഇതുപോലെ പാട്ടിന്റെ ഈ താളമൊക്കെ ഒന്ന് നോക്കി പാടുന്നത് നന്നായി. ഈ പാട്ട് മനതാർ മുകുരത്തിൻ പ്രകാശം എന്നുള്ള പാട്ട് സൈമൺ സാർ എഴുതിയത് നമ്മുടെ മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപുരേശി അറിയാമല്ലോ. അദ്ദേഹം മാർത്തോമാ സഭയിൽ നിന്ന് വേർപെട്ട് വന്ന് സൈമൺ സാറിന്റെ കൈ കീഴും സ്നാനമേറ്റു. തിരുമേനി വന്ന്, ഞാൻ ആ തിരുമേനി എന്നുള്ള വാക്ക് പറഞ്ഞ പിൻവലിക്കുകയാണ്. ബിഷപ്പ് വന്ന് മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപുരേശിയെ കണ്ടിട്ട് പറഞ്ഞു, നിനക്കെല്ലാ പള്ളിയിലും പ്രസംഗിക്കാനുള്ള ലൈസൻസ് ആണ്, നീ പോകരുത്, എന്നെ ഇവിടെ ആവശ്യമാണ്, നീ പെട്ടത് തിരിച്ചു വരണമെന്ന്. അങ്ങനെ ഈ ബിഷപ്പിന്റെ വാക്ക് കേട്ട് മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപുരേശി തിരിച്ചു പോയി കഴിഞ്ഞപ്പോ സൈമൺ സാർ എഴുതി അയച്ചു കൊടുത്ത പാട്ടാണ്, അദ്ദേഹത്തിന് എഴുതി അയച്ചു കൊടുത്ത പാട്ടാണ് മനതാർ. അതിനകത്തുണ്ട്, പട്ടുകുപ്പായ മയ്യും നിന്നെ മയക്കരുത് കട്ടി പൊന്മുടിയുമൻ എന്ന് പറഞ്ഞത് ബിഷപ്പിന്റെ പട്ടുകുപ്പായം നിന്നെ മയക്കരുത്, പിന്നെ കട്ടിപ്പൊന്മുടിയതാ തലയിൽ വെച്ചിരിക്കുന്ന ബിഷപ്പിന്റെ മുടി, ഇത് നിന്നെ മയക്കരുത്. ഇതാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് ഈ വിക്ലിഫിന്റെയും സിംഗ്ലിയുടെയും ഒക്കെ കാര്യം പറയുന്നത് എന്താണെന്നറിയോ? അവരൊക്കെ വിശ്വാസത്തിന് വില കൊടുത്തവരാണ്. നീ വിശ്വാസത്തിന് വില കൊടുക്കാതെ തിരിഞ്ഞ് പിന്നോട്ട് പോയത് പാപമാണ് എന്ന് വ്യക്തമാക്കാൻ എഴുതിയ പാട്ടാണത്. ഇനിയും ആ പാട്ടൊക്കെ പാടുന്നുണ്ട്. മനസ്സിൽ ഈ ചിന്തയോടുകൂടെ കേൾക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഭക്തന്മാർ ഈ സഭയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നവീകരണ കർത്താക്കൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ലൂതർ മുതലുള്ള നവീകരണ കർത്താക്കൾ എന്നാണ് അവരെ പറയുന്നത്. അവര് ഈ സഭയിൽ നിന്ന് വേർപെട്ട് വന്നവരാണ്. ഒളിച്ചോടി എന്നുള്ള വാക്കല്ല, ശരിക്കും വേർപെട്ട് വന്നവരാണ്. ആ കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ സഭയുടെ തനിമയിലേക്ക് വരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു വലിയ അപജയമുണ്ട്, ഒരു വലിയ പരാജയമുണ്ട്. അത് ഇവരൊക്കെ വേർപെട്ട് വന്നെങ്കിലും പൂർണ്ണമായും വേർപാടിന്റെ സത്യത്തിലേക്ക് ആ കാലഘട്ടത്തിൽ വന്നിരുന്നില്ല. പൂർണ്ണമായ വേർപാട് ആ കാലഘട്ടത്തിലും സംഭവിച്ചിരുന്നില്ല. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞാണ് യഥാർത്ഥ വേർപാടിന്റെ സത്യങ്ങളിലേക്ക് സഭ വരുന്നത്. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയും ഈ സർദീസിലെ സഭയെ സംബന്ധിച്ച് നമ്മൾക്ക് ഇനിയും ചിന്തിക്കാനുള്ള ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ആ പട്ടണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ട്, ഇനിയും ചിന്തിക്കാൻ ഞാൻ അല്പം സൂചിപ്പിച്ചു സഭയെ കുറിച്ച്. ദ സിറ്റി ആൻഡ് ദ ചർച്ച്, ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ പരിഗണിക്കാൻ ശ്രമിച്ചത്. ഈ സഭയെക്കുറിച്ച് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഈ സഭയോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുക. ഈ സഭ എങ്ങനെയാണ് ഉണ്ടായത്? നമ്മള് ത്വൈതൈര സഭയെക്കുറിച്ചും ഒക്കെ കണ്ടതുപോലെ, പെർഗമോസ്, സ്മുർന എന്നീ സഭകളെ കണ്ടതുപോലെ തന്നെ സർദീസ് സഭ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കൃത്യമായിട്ട് നമുക്ക് രേഖയില്ല, ദൈവവചനത്തിൽ രേഖയില്ല. എന്നാൽ നമ്മള് ത്വൈതൈര സഭയെ കുറിച്ചൊക്കെ പഠിച്ചതുപോലെ ഒരു വാചകം
ഞാൻ സൂചിപ്പിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ പലവട്ടം ഈ വാക്യം വായിച്ചതാണ്. ഒരു വാക്യം വായിച്ചാൽ നമ്മൾ അതൊരിക്കലും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ 10-ാം വാക്യത്തിൽ എഫേസോസിൽ പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിച്ചു വന്നപ്പോൾ എഫേസോസിലെ സഭ ആരംഭിച്ചു. അതെങ്ങനെ ആരംഭിച്ചത്? എഫേസോസിലെ സഭ ആരംഭിച്ചത് പൗലോസാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ആരാ? അക്വിലാസും പ്രിസ്കില്ലയുമാണ് അവിടെ ആദ്യ പ്രവർത്തനം നടക്കുന്നത്. അതിനെ തുടർന്ന് ദീർഘവർഷങ്ങൾ, ഏതാണ്ട് 3 വർഷത്തോളം താമസിച്ച് പ്രവർത്തിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. അതിൽ ഈ 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചാൽ 2 വർഷം പൗലോസ് അപ്പോസ്തലൻ ഒരു ബൈബിൾ ക്ലാസ് നടത്തി. എവിടെ? തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവവചനം അവിടെ പഠിപ്പിച്ചു. പുതിയ നിയമം അന്നില്ല കേട്ടോ. അന്ന് ക്ലാസ് എടുത്തത് മൊത്തം എന്ത് വെച്ചാ? പഴയ നിയമം വെച്ചാ എടുത്തത്. പുതിയ നിയമം ഉണ്ടാകുന്ന AD 1-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ ഈ തുറന്നോസിന്റെ പാഠശാലയിൽ 2 വർഷം നീണ്ടു നിന്ന ഒരു ബൈബിൾ പഠനം പൗലോസ് അപ്പോസ്തലൻ നടത്തി. ബൈബിൾ ക്ലാസ് വചനാനുസൃതമാണ് കേട്ടോ. അപ്പോൾ വചനം പഠിക്കാൻ വേണ്ടിയുള്ള കൂടിവരവ് വേദപുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേ ഉണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ. ഇനി ഈ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ വായിക്കുക. എന്താ? ആസിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്ന? 19-10 യഹൂദന്മാരും യവനന്മാരും എന്ത് ചെയ്തു? കർത്താവിന്റെ വചനം കേട്ടു. എവിടെ? ആസിയിലുള്ളവർ, എഫെസോസിലുള്ളവർ മാത്രമല്ല. ഞാനത് ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ എഫേസോസ് ഒരു വ്യാവസായിക തുറമുഖ പട്ടണമായിരുന്നു. വ്യവസായങ്ങൾക്ക് തുറമുഖ പട്ടണമായിരുന്നു. അപ്പോൾ ഈ തുറമുഖത്തിൽ കപ്പൽ മാർഗം എന്ത് ചെയ്യുമായിരുന്നു? സർദീസിൽ നിന്നാകട്ടെ, തുയഥീരിൽ നിന്നാകട്ടെ, പെർഗമോസിൽ നിന്നാകട്ടെ കച്ചവടക്കാര് ഈ എഫേസോസ് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിന്റെ ഈ ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ അവർ യാദൃച്ഛികമായിട്ട്, അവരുടെ ചിന്തയിൽ യാദൃച്ഛികമായിട്ടാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലാസ്സിന് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട യഹൂദന്മാരാകട്ടെ, ഗ്രീക്കുകാരാകട്ടെ, യവനന്മാരാകട്ടെ, അവർ തിരിച്ചു ചെന്ന് അവരുടെ സ്ഥലങ്ങളിൽ എന്താരംഭിച്ചു? കൂടിവരവുകൾ ആരംഭിച്ചു. അങ്ങനെയാണ് ഈ പെർഗമോസിലും ത്വയഥൈരയിലും സർദീസിലും ഒക്കെ ദൈവത്തിന്റെ സഭ ആരംഭിച്ചത്. അപ്പോൾ ഈ സഭ, സർദീസ് സഭ ആരംഭിച്ചത് പൗലോസിന്റെ പ്രവർത്തനത്താലല്ല. പിന്നീട് പൗലോസിന്റെ വചനം കേട്ടിട്ട് തങ്ങളുടെ സ്ഥലങ്ങളിൽ പോയവരാണ് ഈ സ്ഥലം സഭ ആരംഭിച്ചത്. ഇനി മറ്റൊരു കാര്യം ബൈബിളിലില്ല കേട്ടോ, നമ്മൾ പഠിക്കുന്ന വേദഭാഗത്തൊന്നുമില്ല. ഒരു പ്രധാന കാര്യം ഞാൻ പറയാം. അവിടെ ഏറ്റവും സഭാചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ മഹാപണ്ഡിതനുണ്ടായിരുന്നു. മെലീറ്റോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സർദീസ് സഭയുടെ ബിഷപ്പായിരുന്നു. സർദീസ് സഭയുടെ ബിഷപ്പായിരുന്നു. ഈ സർദീസ് സഭയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് യോഹന്നാന്റെ കാലത്ത് സഭ എന്ത് ചെയ്യാൻ ആരംഭിച്ചതേ ഉള്ളൂ. ആ സഭയോടാണ് ഈ ദൂത് പറയുന്നത്. പിൽക്കാലത്ത് ആ സഭ ആരംഭിച്ച് പിൽക്കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ച പണ്ഡിതനായ ഒരു ദൈവദാസനായിരുന്നു, ഒരു വലിയ പണ്ഡിതനായിരുന്നു ഈ മെലീറ്റോ എന്ന് പറഞ്ഞ. അദ്ദേഹം ഈ വെളിപാട് പുസ്തകത്തിന് വരെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടെന്നാണ്. ഈ വെളിപാട് പുസ്തകത്തിന് വരെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ, ഓർക്കണം, ആ കാലഘട്ടത്തിൽ വ്യാഖ്യാനം എഴുതിയ ഒരു മഹാപണ്ഡിതനായിരുന്നു ഈ മെലീറ്റോ എന്ന് പറയുന്ന ഈ ദൈവദാസൻ. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിക്കെതിരായി ഉയർന്ന, എന്ന് പറഞ്ഞാൽ ക്രിസ്തു മാർഗത്തിനെതിരായി ഉയർന്ന ഏറ്റവും വലിയ ശക്തികളെ എല്ലാം പ്രതിരോധിച്ച ഒരു വലിയ
മനുഷ്യനായിരുന്നു ഈ ദൈവദാസൻ. എന്നാൽ ഇനി മറ്റൊരു കാര്യം ഈ സഭയോട് ബന്ധപ്പെട്ട 3:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സസൂക്ഷ്മം നോക്കിക്കോ. സഭയ്ക്ക് പീഡനം വല്ലതും ഉണ്ടോ? സഭയ്ക്ക് എന്തെങ്കിലും പീഡനം ഉണ്ടായതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇത് സഭയ്ക്കുള്ള പീഡനം അവസാനിച്ച കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുക. ഈ കാലത്ത് എന്തുണ്ട്? പീഡനമുണ്ട്. പക്ഷെ സർദീസിലെ സഭയ്ക്ക് ഇതില്ല, പീഡനമില്ല. എന്റെ കാരണം എന്താണെന്നറിയാമോ? പീഡനങ്ങൾ അസ്തമിച്ച ഒരു കാലഘട്ടത്തെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കിയേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് നോക്കിയേ. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവൻ. മരിച്ച സഭയ്ക്ക് അല്ലെങ്കിൽ ചത്ത് കിടക്കുന്ന സഭയ്ക്ക് എന്നാ പീഡനമുണ്ട്? ഈ സഭയ്ക്ക് പീഡനം ഉണ്ടാകാതിരുന്നതിന്റെ കാരണം എന്താ? ജീവനുള്ള സഭയ്ക്ക് പീഡനം ഉണ്ടാവൂ, എതിർപ്പുണ്ടാവൂ. മനസ്സിലായ? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മരിച്ച ഒരു സഭ, ചത്ത സഭയായതുകൊണ്ട് ഈ സഭയ്ക്ക് എന്തെങ്കിലും പീഡനം ഉണ്ടായതായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനിയും ഈ സഭയോട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം, കാലഘട്ടത്തിലും ദുരുപദേഷ്ടാക്കന്മാരുടെ വലിയ ആക്രമണം സഭയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവാത്മാവ് പറയുമ്പോൾ ഏതെങ്കിലും ദുരുപദേശങ്ങൾ അവിടെ പ്രചരിച്ചതായിട്ടോ ദുരുപദേഷ്ടാക്കന്മാരുടെ എന്തെങ്കിലും ശല്യം ഉണ്ടായതായിട്ടോ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾക്ക് ഈ സഭയുടെ ഉള്ളിലോട്ട് ഈ ദൂതനകത്തോട്ട് പ്രവേശിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഒന്ന്, സർദീസ് പട്ടണം അല്ലെങ്കിൽ നഗരം. 2, സർദീസിലെ സഭയെക്കുറിച്ചൊരു ഏകദേശ വിശദീകരണം നമ്മൾ കാണും. 3-ാമത് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ സഭയ്ക്ക് ദൂത് നൽകുന്ന കർത്താവിനെയാണ്, കറസ്പോണ്ടന്റ്. ആരാണ് ഈ സഭയ്ക്ക് ലേഖനം നൽകുന്നത്? കർത്താവ് തന്നെയാണ്. ഏത് സഭയ്ക്കും ആരാ? കർത്താവ് തന്നെ. എന്നാൽ കർത്താവാണെങ്കിലും കർത്താവിനെ കുറിച്ച് വിശേഷണങ്ങൾ ഒന്നിലധികമോ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. യേശു കർത്താവ് സഭയോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ വിശേഷണങ്ങൾ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറക്കരുത്. 7 സഭകളെ കുറിച്ചുള്ള ദൂത് പഠിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, കർത്താവാണ് ദൂത് നൽകുന്നത്. ആ ദൂത് സഭയോട് അറിയിക്കുന്നത് സഭയുടെ ദൂതനാണ്. അപ്പോൾ കർത്താവ് ദൂത് കൊടുക്കുന്ന ആർക്കാ? സഭയുടെ ദൂതനാണ്. ഇപ്പം സിയോൻ സഭയ്ക്ക് ഉള്ള ദൂത് കർത്താവ് നൽകുമ്പോൾ ആർക്കാ കൊടുക്കുന്നത്? സഭയിൽ സന്ദേശം പറയുന്ന ആരാണോ, സഹോദരന്മാർ ആരാണോ അവർക്കാണ് എന്ത് ചെയ്യുന്നത്? ദൂത് കൊടുക്കുന്നത്. അപ്പോൾ ആ ആൾ അപ്പോഴാരാ അവിടെ? സഭയുടെ ദൂതനാണ്. ദൂത് പറയുന്ന സമയത്ത് അദ്ദേഹം സഭയുടെ ദൂതനാണ്. ഇനിയും 3-ാമത് ഓർക്കേണ്ട കാര്യം എന്താ? ആത്മാവാണ്. ആത്മാവ് സഭകളോട് പറയുന്നതാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ആ ദൂത് പറയുന്നവരും മറക്കരുത്, പിന്നെ ദൂത് കൊടുക്കുന്നവരും മറക്കരുത്, ദൂത് പ്രാപിക്കുന്നവരും ഇത് മറക്കരുത്. ഇതിന്റെ കർത്താവ് എന്നോട് പറയുന്നത് ഈ മനുഷ്യനല്ല, ദൈവമല്ല എന്നോട് സംസാരിക്കുന്നത്, എന്റെ കർത്താവാണ്. കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തതാണ്. ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവാത്മാവാണ് എന്നോട് സംസാരിക്കുന്നത്. ഈ നിൽക്കുന്ന മനുഷ്യനല്ല, ദൈവാത്മാവാണ്. ഞാൻ പറയട്ടെ, ഈ ഉത്തരവാദിത്വ ബോധം ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കും ഉണ്ടാകണം, പിന്നെ അത് ഏറ്റെടുക്കുന്ന ദൈവസഭയ്ക്കും ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ദുര്യോഗം എന്ന് പറയുന്നത്, ഒരു ദുരന്തം എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടൊക്കെ
നഷ്ടപ്പെട്ടു എന്നുള്ള. പലയിടത്തും ഒരു വചന ശുശ്രൂഷ നടന്നു കഴിഞ്ഞാൽ ഒരു ബഹളവും വഴക്കും ഒക്കെ. അയാൾ എന്തോ പറഞ്ഞ് അത് പറയാൻ കൊള്ളാമായിരുന്നു എന്നൊക്കെ. ഇനിയും ചിലരാണെങ്കിൽ മനഃപൂർവ്വം എന്ത് ചെയ്യും, ഒരവസരം കിട്ടിയതല്ലേ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ദൈവസന്നിധിയിൽ ഇരുന്ന് വളരെ കരയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മപ്രശംസയൊക്കെ വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ചുള്ളത് കഴിവതും ഒഴിവാക്കി തന്നെ ഞാൻ പറയാറുള്ളത്. ഒരുപാട് അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ പോകാറ്. എന്നെ കർത്താവ് വിളിച്ച ആദ്യ കാലം മുതൽ ഇന്ന് വരെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. എൻ്റെ കഴിവോ എൻ്റെ പഠനമോ എൻ്റെ പാണ്ഡിത്യമോ, എനിക്ക് എന്താ പാണ്ഡിത്യം? ഒരു ചുക്കുമില്ലെന്നേ, ഒന്നുമില്ലെന്നേ. ഇതെല്ലാം ആര് തരുന്നതാണ്? ദൈവം തരുന്നതാണ്. ഈ കാഴ്ചപ്പാടൊരു ദൈവദാസനം ഉണ്ടാകണം. ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കണം. പൗലോസ് പറഞ്ഞ എന്താ? തിരുവത്താഴത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഇത്ര ദൈവദാസന്മാർ ഓർപ്പിക്കട്ടെ. ഇന്ന് അധികം സഹോദരന്മാർ ഇവിടെ വന്നിട്ടില്ല. സഹോദരന്മാരാണെങ്കിലും നിങ്ങളുടെ മധ്യത്തിലൊക്കെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഹോദരന്മാരാണെങ്കിൽ മണിക്കൂറുകൾ ദൈവസന്നിധിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനത്തിൽ അധ്വാനിക്കണം. ദൈവമേ, എനിക്ക് ഞാൻ ഇന്ന് അവിടെ പോയി ഒരു ഊഴം പോക്കാനല്ല നിൽക്കുന്നത്, ഒരു ജോലി ചെയ്ത് തീർക്കാനല്ല ഞാൻ പോകുന്നത്. കർത്താവിന് അവിടെ പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ പക്കൽ തരണം. ഈ വലിയ കാഴ്ചപ്പാടുണ്ട് ഉണ്ടാവേണ്ടത്. ഇവിടെയും നമ്മൾ അതാ കാണുന്നത്. ഈ 7 സഭകൾക്കും കർത്താവ് നൽകുന്ന ദൂത് അങ്ങനെയാണ്. തൻ്റെ ദൂത് ആ സഭയിൽ സംസാരിക്കുന്ന തൻ്റെ മൗത്ത് പീസ് അല്ലേ, തൻ്റെ വക്താവായിട്ടുള്ള ആളിന് കർത്താവ് കൊടുക്കുകയാണ്. അദ്ദേഹം അത് പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ആത്മനിറവോടെ പറയുക. കേൾക്കുന്നവരതെങ്ങനെ ഏറ്റെടുക്കുകയാണ്? അയ്യോ, ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നതാണ് എന്ന വിധത്തിൽ അതിനോട് പ്രതികരിക്കുക. ഇതാണ് 7 സഭകളോടും ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഇനിയും ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങളുണ്ട്, 2 വിശേഷണം. എല്ലാവരും പുസ്തകം ഒന്ന് തുറന്നു നോക്കിക്കാട്ടെ. എല്ലാവരും തുറന്നു വെച്ചിരിക്കുകയാണ്. 2 വിശേഷണങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. സർദീസ് സഭയോട് സംസാരിക്കുന്ന കർത്താവിനെ കുറിച്ച് 2 വിശേഷണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ദൈവത്തിന്റെ 7 ആത്മാക്കൾ ഉള്ളവൻ. ഒന്നാമത്തെ വിശേഷം അതാണ്, ദൈവത്തിന്റെ 7 ആത്മാക്കൾ. രണ്ടാമത് പറയുന്നത് എന്താ? 7 നക്ഷത്രവും ഉള്ളത്. 7 ആത്മാക്കളുള്ളവൻ, 7 നക്ഷത്രങ്ങൾ ഉള്ളത്. ഞാൻ വളരെ വിശദീകരിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചുരുക്കി ഞാൻ പറയാം. എന്താ ഈ 7 ആത്മാവെന്ന് പറയുന്നത്? 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നോക്കിയിട്ട് അവിടെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്താ? അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകും. അപ്പം 7 ആത്മാക്കൾ. ഈ വെളിപാട് പുസ്തകത്തിന്റെ വെളിപാട് നൽകുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് എന്താ? 7 ആത്മാക്കൾ എവിടെ ഉണ്ടെന്നാ? ദൈവ സന്നിധിയിലുണ്ട്. ദൈവസന്നിധിയിലെ 7 ആത്മാക്കൾ. ഇതെന്തിനെ കാണിക്കുകയാണ്? ഈ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് 7 എന്തിനെ കാണിക്കും? നമ്മൾ ചിന്തിച്ചു. എന്താ? സമ്പൂർണതയെ കാണിക്കുക. ദൈവാത്മാവിന്റെ സമ്പൂർണ്ണ ജ്ഞാനത്തെ കാണിക്കുക, സർവജ്ഞതയെ കാണിക്കുക, സർവ ജ്ഞാനത്തെ കുറിച്ച് പ്രതിപാദിക്കുക. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, മനഃപൂർവ്വം പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് ഒരാൾ പറഞ്ഞു, ദൈവം സർവശക്തനാണ്, പിശാചും സർവശക്തനാണ്. ആണോ? പിശാച് സർവശക്തനാണോ? അല്ല. അദ്ദേഹം
എന്താ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയല്ലേ, ഈ നാക്കുപിഴയായിരിക്കും മിക്കവാറും അത്. അദ്ദേഹം കണക്ക് കൂട്ടാതെ പറഞ്ഞായിരിക്കും. പിശാച് സർവശക്തനല്ല. ദൈവമക്കൾ എല്ലാവരും ഓർത്തോണം. ഈ പുള്ളിയെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ സർവശക്തനല്ല. സർവശക്തൻ നമ്മുടെ കൂടെ. പിതാവായ ദൈവം സർവശക്തനാണ്. കർത്താവായ യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. ഇനി ഈ സർവ എന്ന് ചേർത്ത് എന്തെല്ലാം കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുമോ അതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടെ സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അതുള്ളവനാണ് ഇത് അരുളി ചെയ്യുന്നത്. യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും. ഞാൻ നിങ്ങൾക്കൊരു പഠനത്തിനൊരു വിഷയം ഇട്ടു തരും. ഞാൻ പഠിപ്പിക്കുന്നില്ല, കാരണം സമയം ലാഭിക്കാൻ വേണ്ടി ഞാനത് പറയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു നല്ല പഠനമാണ് പ്രിയപ്പെട്ടത്. യേശുക്രിസ്തു ആയിട്ടും കൂടെ മനുഷ്യത്വത്തിൽ വന്നപ്പോൾ കർത്താവ് തന്റെ പ്രവൃത്തി മുഴുവൻ ചെയ്തത് ആത്മാവിലാണ്, പരിശുദ്ധാത്മാവിലാണ്. ദൈവാത്മാവിനെ ചിലയിടത്തൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പരാജയം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും കൊടുക്കുന്ന അത്ര പ്രാധാന്യം പലരും ഉറക്കം വരുന്നുണ്ടോ? അല്ല, എല്ലാവരും ഉണർന്നിരുന്ന് നല്ല ആസ്വദിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പിതാവായ ദൈവത്തിൽ നിന്ന് കുറഞ്ഞവനല്ല ആര്? പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവത്തിന് സമനാണ് ക്രിസ്തുവും പിന്നെ പരിശുദ്ധാത്മാവ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ലേഖനം എന്ന് പറഞ്ഞാൽ എസെക്കിയേൽ സാറിന്റെ പേരില ഞാൻ എസെക്കിയേൽ സാറിന്റെ വാക്ക് കടമെടുത്താണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു ഈ സഭയ്ക്ക് നൽകുന്ന ലേഖനമെന്നാണ്. ഇനിയും ഇവിടെ നമ്മൾ വായിക്കുന്ന അരുളപ്പാട്, യേശു ക്രിസ്തു നൽകുന്ന അരുളപ്പാട് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. എന്താ? 7 ആത്മാവുള്ളവരാണ്. നമുക്ക് പെട്ടെന്നൊരു ഭാഗം നോക്കാം. ഈ 7 ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റിയല്ല, കാര്യം എല്ലാവർക്കും ശബ്ദമൊക്കെ കേൾക്കണം. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ ബ്ലാക്ക് ബോർഡിലൊക്കെ കാണിക്കാൻ, അത് എഴുതിയോ വരച്ചോ ഒക്കെ കാണിക്കാൻ ശ്രമിക്കാമാണ്. ഇതെന്താ ഈ ഉദ്ദേശിക്കുന്ന 7 ആത്മാവ് എന്ന് പറയുന്നത്? യേശുക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്ന ആത്മാവാണ്. നോക്കാം, യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം ശ്രദ്ധ വെച്ച് ഒന്ന് വായിക്കാൻ ശ്രമിച്ചാട്ട്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങൾ. ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു, എല്ലാവരും ഇച്ചിരി ഉറക്കെയൊക്കെ, ഇന്ന് കാര്യമായിട്ട് മഴയൊന്നും പെയ്തല്ലേ മീറ്റിങ്ങിന്റെ തൊട്ട് മുമ്പ് കേട്ടോ. അതുകൊണ്ട് അല്പം ചൂടായിട്ട് തന്നെ ദൈവസന്നിധി ഇരുന്ന് ഉറക്കെ ഒന്ന് വായിച്ചു. എന്താ? ഇശായിയുടെ കുറ്റിയിൽ നിന്ന് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ഇശായി ആരാ? ദാവീദിന്റെ പിതാവാണ് ഇശായിയുടെ മകനായ ദാവീദിന്റെ വംശത്തിലാണ് ആര് വരുന്നത്? ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടി വരുന്ന മുളയാണ് ആര്? യേശുക്രിസ്തു. മത്തായി 1:1. പുതിയ നിയമം ആരംഭിക്കുന്നത് എങ്ങനെയാ? അബ്രഹാമിന്റെ പുത്രനായ, പിന്നെ ഇശായിയുടെ മകനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യേശുക്രിസ്തു ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിയ മുളയാണ്. ഈ മുള എന്ന വാക്ക് കർത്താവിനെ കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നോക്കിയേ, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് എന്ത് ചെയ്യും? ഫലം കായും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായും. അതാരാണെന്ന് നോക്കിയേ, അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും.
ഈ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടുന്ന മുളയിൽ എന്ത് ചെയ്യും? യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കും. ഞാന് അതിങ്ങനെ പറയാം. ഈ ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ആ മുളമേൽ വസിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് ഏതാ? യഹോവയുടെ ആത്മാവാണ്. ആ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വസിക്കും. ഇനി ആത്മാവിന്റെ പ്രത്യേകത നോക്കിയേ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പിന്നെ പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ അവന്റെ മേൽ വസിക്കും. ഞാൻ പറയുന്നത് ഒന്ന് കാര്യമായിട്ട് ഒന്ന് പരിഗണിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇത് കർത്താവിന്റെ മേൽ വസിക്കുന്ന ആത്മാവ് ഏതാ? ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വരച്ചാൽ ഒരു വര ഇട്ടാൽ ആ വരയുടെ സൈഡിൽ നമുക്ക് എഴുതാം യഹോവയുടെ ആത്മാവ്. യഹോവയുടെ ആത്മാവ് ആരുടെ മേൽ വസിക്കും? കർത്താവിന്റെ മേൽ വസിക്കും. ഇത് ഈ ആത്മാവിന്റെ പ്രത്യേകം നോക്കിയേ. ഈ വരച്ച വരയ്ക്ക് നിങ്ങളുടെ ഭാവനയെ കണ്ടാൽ മതി. ഈ വരച്ച വരയ്ക്ക് ഇരുവശത്തും ഓരോ ശാഖകളായിട്ട്. ആദ്യം പറയുന്ന 2 ശാഖകളാ. ഏതാ? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, പിന്നെ ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പിന്നെ പരിജ്ഞാനത്തിന്റെയും. അപ്പൊ എത്ര ശാഖകളായി? ഈ നേരെ നിൽക്കുന്ന തണ്ടിനോടുകൂടെ എത്ര ശാഖകളായി? 6 ശാഖകൾ. മൊത്തം എത്രയായി? 7. അപ്പൊ ഇതിനെ എന്തിനോട് ഉപമിക്കാം? ഒരു നിലവിളക്കിനോട് ഉപമിക്കാം, അല്ലേ? നമ്മുടെ കർത്താവിന്റെ മേൽ അധിവസിച്ച ആത്മാവ് 7 ശാഖകളുള്ള ഒരു നിലവിളക്കിന് സമാനമായ ആത്മാവാണ്. ഇതൊക്കെ ദൈവമക്കളെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും നമ്മുടെ കർത്താവിനെ കുറിച്ചുമുള്ള വലിയ പരിജ്ഞാനം നമുക്കുണ്ടാകും. ഈ ക്രിസ്റ്റോളജി എന്ന് പറയുന്നതും ന്യൂമറ്റോളജി എന്ന് പറയുന്നത് 2 പ്രത്യേക പഠനശാഖയാണ്. ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ മലയാളം, ക്രിസ്റ്റോളജിയുടെ മലയാളം ക്രിസ്തു ശാസ്ത്രം, ന്യൂമറ്റോളജിയുടെ മലയാളം പരിശുദ്ധാത്മശാസ്ത്രം. ഈ ക്രിസ്തുശാസ്ത്രത്തെയും പരിശുദ്ധാത്മ ശാസ്ത്രത്തെ കുറിച്ചും പഠിച്ചാൽ 7 കാര്യങ്ങൾ 2 ആളത്വങ്ങളോടും ആപ്ലിക്കബിളാണ്. 2 ആളത്വങ്ങൾ. യഹോവയുടെ ആത്മാവാണ് ഇത്, അല്ലേ? അപ്പോൾ യഹോവയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാം ഉണ്ട്, യഹോവയുടെ ആത്മാവ്. എന്നാൽ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ബന്ധപ്പെട്ട് 7 കാര്യങ്ങളും പ്രസക്തമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമുക്ക് ഈ ആത്മാവിനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിക്കാൻ. ഈ ആത്മാവിന്റെ അധിവാസമാണ് കർത്താവായ യേശുക്രിസ്തുവിലുണ്ടായത്. നമ്മളെ ഈ വെളിപാട് പുസ്തകത്തിൽ ഇപ്പോൾ വായിച്ചെന്താ? ഈ ആത്മാവ് ഉള്ളവനെന്താ? ആര്? കർത്താവായ യേശുക്രിസ്തുവിന് ഈ 7 ആത്മാവ് ഉണ്ടെന്നാ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് 4:16 മുതലുള്ള വാക്യം, കർത്താവായ യേശുക്രിസ്തു നാസറേത്തിലെ പള്ളിയിൽ ചെല്ലുന്ന കാര്യം കേട്ടോ. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ച് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കരുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യും. ഇടയ്ക്ക് നമ്മുടെ VD സതീശൻ ഈ ഭാഗം എടുത്ത് പ്രസംഗിച്ചു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേട്ടോ. അദ്ദേഹം അതിന് കൊടുത്ത പേര് തന്നെ നാസറത്ത് മാനിഫെസ്റ്റോ എന്നാണ്. ഞാൻ അന്തിച്ചുപോയി. ഒരു രാഷ്ട്രീയക്കാരൻ യേശുക്രിസ്തുവിന്റെ നാസറേത്തിലെ ആ ഭാഗം കർത്താവ് വായിച്ച ആ ഭാഗത്തെ കുറിച്ച് അയാൾക്കുള്ള കാഴ്ചപ്പാട് പറയുന്നു. ശരിയാണ്.
ഇതൊക്കെ സുവിശേഷം പറയുന്നവർ, പ്രത്യേകിച്ചും കൺവെൻഷനോ അഥവാ സുവിശേഷ യോഗത്തിലോ ഒക്കെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാര് ഇത് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയാമോ? കർത്താവിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് തൻ്റെ പ്രകടന പത്രിക. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകടന പത്രികയാണ്. അത് എവിടെയാ കർത്താവ് പറഞ്ഞത്? നാസറേത്തിലെ പള്ളിയിലെ കർത്താവ് ഇത് പറയുന്നത് തൻ്റെ പ്രകടന പത്രിക. നോക്കണം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കണ്ടോ? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ വായിച്ചെന്താ? ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. കർത്താവ് പറയുകയാണ്. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അവിടെ പ്രത്യേകിച്ചൊരു വാക്കുണ്ട്, എന്താ? അഭിഷേകം ചെയ്തിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എന്തിനാ അഭിഷേകം ചെയ്തത്? ദരിദ്രന്മാരോട് സുവിശേഷം പിന്നെല്ലാം പ്രസംഗമാ പറയുന്നത്. എല്ലാം പ്രസംഗമാണ്. കുരുടന്മാർക്ക് കാഴ്ച, ബദ്ധന്മാർക്ക് വിടുതൽ. ഇത് നൽകാന്നാണ് പറയുന്നത്. കുരുടന്മാർക്ക് കാഴ്ച നൽകാന്നല്ലേ പറയുന്നത്, ബദ്ധന്മാർക്ക് വിടുതൽ നൽകാന്നല്ലേ പറയേണ്ടത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ കാഴ്ച ഏതാ? ഈ വിടുതൽ ഏതാ? പ്രസംഗം കൊണ്ടുള്ള വിടുതലാണ്. ദൈവവചനം സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിക്കണം. പ്രസംഗത്തിലൂടെയുള്ള വിടുതലാണ് ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, ഈ പ്രസംഗത്തിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് അറിയാം. കണ്ണ് കുരുടായിരിക്കുന്നവന്റെ കണ്ണ് തുറക്കാൻ കഴിയണം. എന്തിന്? ഒരു സുവിശേഷ പ്രസംഗത്തിന്. ഒരു ബദ്ധനായിരിക്കുന്ന, പാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, ന്യായവിധിക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, നരകവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനെ അറുത്ത് വിടുന്നതാണ് ദൈവത്തിന്റെ, കർത്താവിന്റെ സുവിശേഷം. ഇതാണ് കർത്താവ് പറഞ്ഞത്. നാസറത്ത് മാനിഫെസ്റ്റോയിൽ കർത്താവ് പറഞ്ഞത് അതാണ്. ഈ കാഴ്ചപ്പാടോടുകൂടെ വേണം ഒരു ദൈവദാസൻ സുവിശേഷവുമായി ജനത്തെ അഭിമുഖീകരിക്കാൻ. എന്റെ കാരണം എന്താണെന്നൊക്കെ, ഈ വിടുതലൊക്കെ പ്രസംഗിക്കാൻ കാരണം എന്താ? പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തതുകൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനിയും ഇത് നാസറത്തിൽ വെച്ച് നടന്ന സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. സമയം തീരാൻ പോവാണ് അല്ലേ? യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ പുത്രനാണ്. അല്ലേ? ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു കേട്ടോ. ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന്. കൂടാതെ മറ്റൊന്നുകൂടെ പറഞ്ഞു, എന്താ? ഇതാ ലോകത്തിന്റെ നമുക്ക് കൂടുതൽ പരിചയമുള്ള ഏതാ? അധികം നമ്മൾ ശ്രദ്ധിക്കാത്തത് ഏതാ? ദൈവപുത്രനാണെന്ന് കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞ് നമ്മള് ശ്രദ്ധിക്കുക. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ഒത്തിരി പേര് വന്നിങ്ങനെ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ? യോർദാന്റെ ഇരുകരകളിലുള്ള എല്ലാവരും എന്നാ പറഞ്ഞേക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം. യോർദാൻ നദിയുടെ ഇരുകരയിലുമുള്ള എല്ലാവരും വന്ന് സ്നാനമേൽക്കുകയാണ്. അക്കൂട്ടത്തിലാണ് ആരും വന്നത്? യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു വന്നപ്പോൾ ഇത് ദൈവപുത്രനാണെന്ന് എങ്ങനെയാ മനസ്സിലായത്? അതിനൊരു അടയാളം ഉണ്ടായിരുന്നു. എന്താ? നോക്കണം, ഞാൻ ആ വചനം പറഞ്ഞില്ലെങ്കിൽ അത് എന്റെ ഒരു ഊഹമാണ് എന്ന് വരാനുള്ള സാധ്യത. അതുകൊണ്ട് 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യം വായിച്ചു. ആരെങ്കിലും ഇച്ചിരി ഒച്ചത്തിനങ്ങ് വായിച്ചാൽ മതി. ഞാനവനെ അറിഞ്ഞില്ല. ഒത്തിരി പേരിങ്ങനെ വന്ന് ധ്യാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ അറിഞ്ഞില്ല.
എനിക്ക് അവനെ അറിയത്തില്ല. എന്നാൽ എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. തീർന്നില്ല. 34-ാം വാക്യം അതിനോട് ചേർത്ത് വെച്ച് എന്താ? അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന്, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് യോഹന്നാൻ സ്നാപകൻ എങ്ങനെ മനസ്സിലായത്? ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുത്തൻ വന്ന് സ്നാനപ്പെട്ടപ്പോ സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ വന്ന് അവന്റെ മേൽ വസിക്കുക. അത് കണ്ടപ്പോൾ ദൈവം യോഹന്നാനെ അയച്ച കാര്യം യോഹന്നാൻ ഓർത്തു. എന്താ? എന്നെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ അയച്ച ദൈവം എന്നോട് പറഞ്ഞ എന്താ? ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ ആത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ്, അവൻ ദൈവപുത്രനാണ്. നോക്കണം, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് യോഹന്നാന് ബോധ്യപ്പെട്ടത് എപ്പോഴാ? ആത്മാവിന്റെ അധിവാസം യേശുക്രിസ്തുവിന്റെ മേൽ നേരിട്ട് താൻ കാണുകയാണ്. ആ അധിവാസം താൻ കാണുകയാണ്. കർത്താവിന്റെ മേൽ വസിച്ച ആത്മാവ്. അത് കഴിഞ്ഞാണ് നാസറേത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞത്, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് പറയുന്നു. എന്നെ ആ ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ലളിതമായൊരു ചോദ്യം, ബൈബിൾ ക്ലാസ് ആയതും നമുക്ക് അഭിഷേകം കിട്ടിയതാണെന്നും യേശുക്രിസ്തുവിന് മാത്രമേ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ളൂ. എന്നെ കൊണ്ട് ആ ക്ലാസ് ഒന്നും എടുപ്പിക്കരുത് കേട്ടോ. ആത്മാഭിഷേകം നമുക്കും കൃപയാൽ തന്നിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന് ലഭിച്ച അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം. യേശുക്രിസ്തു നിമിത്തം നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അഭിഷേകം കിട്ടണം. അപ്പൊ നമ്മളും ആരാണ്? അഭിഷേകം പ്രാപിച്ചവൻ. അപ്പൊ ഈ അഭിഷേകം പ്രാപിച്ച നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്. ഈ ആത്മാവിന്റെ സവിശേഷത ഒന്ന് നോക്കാം നമുക്ക്. ശയ്യാപ്രവചനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഈ ആത്മാവ് എന്താ? യഹോവയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, യേശുക്രിസ്തുവിന്റെ മേൽ വസിക്കുന്ന ഈ ആത്മാവ് പിന്നെ സ്തോത്രം നമ്മുടെ മേലും ഉണ്ട്. നമ്മുടെ മേലെന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവാണിത്. ഇതൊക്കെ തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നതാണ്. നമ്മളിൽ അധിവസിക്കുകയും നമ്മളിൽ വ്യാപരിക്കുകയും ചെയ്യുന്ന ആത്മാവാണ്. ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഈ ആത്മാവിന്റെ വ്യാപാരം നമ്മിലുണ്ടാകുകയാണ്. പരീക്ഷകൾ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കതിനെ ആ പരീക്ഷയെ ജയിക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ഇനിയും വചനത്തിലേക്ക് നോക്കിയേ. ഏതാത്മാവാണ് നമ്മുടെ കർത്താവിലുള്ളത്, കർത്താവിന്മേലുള്ളത്, നമ്മളിലുള്ളത്? എന്താ? ഓരോ വാക്കും വായിച്ചു. ഒന്ന്, ജ്ഞാനത്തിന്റെ എവിടെ ആത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ഒന്ന്, ഈ ആത്മാവിന്റെ പ്രത്യേകത എന്താ? സ്തോത്രം, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്. സഹോദരങ്ങളെ, ഞാൻ ദൈവചന്ദ്രന്റെ അടിസ്ഥാനത്തിൽ എളിമയോടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ ആത്മാവ് നമ്മളിലുണ്ട്. ഏതാത്മാവ്? ജ്ഞാനത്തിന്റെ ആത്മാവ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ താൻ അവിടെ പറയുന്നുണ്ട്, ഒരുത്തന് ജ്ഞാനത്തിന്റെ ആത്മാവ്. ഒരുവന് ഒരേ ആത്മാവിനാൽ എന്ത് കിട്ടുകയാണ്? ജ്ഞാനം കിട്ടുകയാണ്. ജ്ഞാനം ദൈവത്തിന്റെ വചനം പഠിക്കാനും അത് ഗ്രഹിക്കാനും നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ ദാനമായി നമ്മളിൽ ദൈവം തന്നിരിക്കുന്നത് ആരെയാ? ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ്. യുറേക്ക യുറേക്ക എന്നും പറഞ്ഞ് മാർക്കോണിയസ് ഓടിയ കാര്യം പണ്ട് ഓർക്കാറുണ്ടല്ലേ. അയാൾ വീപ്പയ്ക്കകത്ത്, വീപ്പ എന്നാണ് ഞാൻ വായിച്ചിട്ട്, വീപ്പയ്ക്കകത്തെ വെള്ളത്തിലോട്ട് വീപ്പ നിറച്ച് വെള്ളമാണ്. അദ്ദേഹം ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി. നമ്മൾ ജോൺസൺ സഹോദരനൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ, ഈ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിരുന്നപ്പം ഇയാളുണ്ടല്ലോ ഈ വെള്ളത്തിനകത്തോട്ട് ഇരുന്നതും ഒറ്റ ചാട്ടത്തിന് ഈ വീപ്പയുടെ പുറത്തോട്ട് വന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യുറേക്ക, തെരുവിലൂടെ ഓടുക. കണ്ടോരൊക്കെ വിചാരിച്ചു ഇയാൾക്ക് വട്ടായിരിക്കും. എന്താണെന്നറിയാം, വെള്ളത്തിന്റെ അപ്രസ്റ്റ്, അതിന്റെ മുകളിലേക്കുള്ള സമ്മർദ്ദം അപ്പോഴാണ് ആര് കണ്ടുപിടിച്ചത്? മാർക്കോണിയസ് കണ്ടുപിടിച്ചത്. നോക്കിയേ, അയാൾ അന്നേരം വെള്ളത്തിൽ നിന്ന് ചാടി വിളിച്ചു പറഞ്ഞു, എന്താ നിങ്ങളെന്താ മിണ്ടാത്ത? ആ വാക്ക് പിടികിട്ടാത്തോണ്ടാണ്. യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞു. നമ്മളെ ആർക്കിമിഡീസ് അല്ലേ, സോറി തെറ്റ്, ആർക്കിമിഡീസ്. കണ്ടോ, ഒരു അധ്യാപകനുള്ളതിന്റെ ഗുണം മനസ്സിലായി. ആർക്കിമിഡീസ്. ഇങ്ങനെയുള്ള തെറ്റുമെല്ലാം ഞാൻ പറഞ്ഞാൽ അപ്പോഴേ തിരുത്തിയേക്കണം കേട്ടോ. എനിക്ക് നന്ദിയേ ഉണ്ടാവുള്ളൂ, ഒരു വിദ്വേഷവും ഉണ്ടാകത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ആർക്കിമിഡീസിന് ഉണ്ടായതുപോലെ യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞു നമ്മൾ ഈ വട്ടന്മാരുടെ വിട്ട് എപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ഇതിനകത്ത് ആരിപ്പുണ്ട്? ഈ യുറേക്ക നൽകുന്ന ആത്മാവ്. എന്തുപോലൊന്ന് പ്രാർത്ഥിക്കുന്നേ, ദൈവജനത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ വചനത്തിലെ അത്ഭുത സത്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നുള്ള വാക്ക് എത്ര ശരിയല്ല, പ്രകാശിപ്പിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ ഒരു വാക്കിങ്ങനെ പറയട്ടെ, ഏറ്റവും അധികം പരിശുദ്ധാത്മാവിനെ കുറച്ചുപയോഗിക്കുന്ന ആരാണെന്നറിയാം? നിങ്ങളങ്ങ് പൂരിപ്പിച്ചാൽ മതി. ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. എനിക്ക് ഒരാഴ്ച എത്ര പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സിന്റെ, ഇതൊക്കെ മറ്റുള്ളവർ കാണുകയും ചെയ്യുന്നു, അവരെ പുകഴ്ത്തുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക. എത്ര പേരെ വിളിക്കുന്നതെന്നറിയാം. എൻ്റെ പൊന്നു സാറേ, സാറിൻ്റെ ആ ക്ലാസ്സിലുണ്ട്. ഇവിടുന്ന് നമ്മുടെ ക്ലാസ്സിൽ ചില പാസ്റ്റർമാരെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ക്ലാസ് ഞാൻ കേട്ടു, ആ പുസ്തകം ഞാൻ വായിച്ചു. എന്തുമാത്രം സന്തോഷമാണ്. എന്നാൽ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും ഒരു വലിയ സംഭവമൊന്നുമല്ല. ജ്ഞാനത്തിന്റെ ആത്മാവ്. ഇനി ജ്ഞാനത്തിന്റെ ആത്മാവ് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? വിവേകത്തിന്റെ ആത്മാവ്. ജ്ഞാനവും വിവേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട് കേട്ടോ. ജ്ഞാനത്തിന്റെ പ്രായോഗിക തലമാണ് വിവേകം. ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകം. എനിക്കിതൊക്കെ പറയാൻ നിന്നാലേ ഒത്തിരി സമയം പോകും. നിങ്ങൾ പിന്നോട് പരാതിപ്പെടും, പിന്നെ ഒത്തിരി നീണ്ടു പോകുന്നൊക്കെ നിങ്ങളിപ്പോൾ പരാതി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഞാൻ അതിലോട്ടൊന്ന്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഒരു അനുഗ്രഹം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൽ ഒരനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ജ്ഞാനവും വിവേകവും. ഇത് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഒരു ദൈവമായിരുന്നു തന്നിരിക്കുന്നതാണ്. ജ്ഞാനവും വിവേകവും. ജ്ഞാനമുള്ള എല്ലാവർക്കും വിവേകം ഉണ്ടാകണം നിർബന്ധം ഇല്ല. അറിഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കുമ്പോഴാണ് അത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള വാക്കിന് തത്തുല്യമാകുന്നത്. ഞാൻ 3 വാക്കുകൾ പറയാം ജ്ഞാനത്തോട് ബന്ധപ്പെട്ട്. 1 ജ്ഞാനം, വിസ്റ്റം. 2 പരിജ്ഞാനം, നോളജ്. 3 അണ്ടർസ്റ്റാൻഡിങ് അഥവാ വിവേകം. ഇത് 3ഉം ജ്ഞാനത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന 3 വലിയ സത്യങ്ങളാണ് കേട്ടോ. ജ്ഞാനം ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് അതിൻ്റെ തെറ്റും ശരിയും നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അത്
പരിജ്ഞാനം. വിവേകം എന്ന് പറയുന്നത് എന്താ? തെറ്റിനെ തള്ളിയിട്ട് ശരിയെ പ്രായോഗികമാക്കുന്നതാണ് ഇത് വിവേകം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ സത്യങ്ങളുണ്ട് ഈ 3 വാക്കുകളിൽ. എന്തോ അപ്പൊ നമുക്ക് ജ്ഞാനം മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. പിന്നെന്തുകൊണ്ടാണ്? ദൈവാത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. പരിജ്ഞാനം ഉണ്ടാകണം, പിന്നെ വിവേകം. ഈ വിവേകത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ പ്രായോഗികമാണെന്ന് ഞാൻ പറഞ്ഞില്ല. എത്ര മസിൽ പിടിച്ച് എത്ര വലിയ ശക്തി ഉള്ളയാളാണെങ്കിലും എന്ന് പറഞ്ഞാൽ, ഇതിനെ മലയാളത്തിന്റെ ഒരു വാക്ക് പറയുവാണെങ്കിൽ ആത്മസംയമനം, സെൽഫ് കൺട്രോൾ. എത്ര വലിയ സെൽഫ് കൺട്രോൾ ഉള്ള ആളായാലും ചില ആത്മീക പാഠങ്ങൾ പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മളെ പ്രായോഗികമാക്കാൻ നമ്മുടെ ജഡത്തെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതിന് ആത്മാവിന്റെ ശക്തി നമ്മൾക്ക് ആവശ്യമാണ്. എന്റെ കർത്താവിന് സ്തോത്രം. ഈ ആത്മാവ് യേശുക്രിസ്തുവിന് മാത്രമല്ല, പിന്നെ നമുക്കും നൽകപ്പെട്ടിരിക്കുന്നതാണ്. ഈ ആത്മാവുള്ളവരാണ് സർദീസ് സഭയോട് സംസാരിക്കുന്നത്. 3-ാമത് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ, ആലോചനയുടെ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. ആലോചനയുടെ ആത്മാവ്, പിന്നെ ബലത്തിന്റെ ആത്മാവ്, പിന്നെ നമ്മൾ മുമ്പേ ചിന്തിച്ച പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. നിങ്ങൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഓരോ പ്രയോഗവും വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ദൈവത്തെ ഭയപ്പെടുന്ന ആത്മാവാണ്. യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ഞാൻ നിർത്തട്ടെ ഇവിടെ. ഈ ഭക്തി എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ കണ്ടത് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന 2 വാക്കുകൾ ചേർന്നതാണ് ഭക്തി. ഒന്ന് ബഹുമാനം അഥവാ ആദരം, 2 ഭയം. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിലുണ്ട് ഇത് രണ്ടും. യഥാർത്ഥ ഭക്തിക്കകത്ത് എന്തൊക്കെയാണെന്നറിയാം? ബഹുമാനം ഉണ്ട്, 2 ഭയമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് 2 നഷ്ടമായിരിക്കും. ഞാൻ അപ്പനാണെങ്കിൽ, ഞാൻ യജമാനാണെങ്കിൽ. ദൈവം ചോദിക്കുക, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം. ഞാൻ നിങ്ങളുടെ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം. എൻ്റെ സഹോദരങ്ങളെ, വിനയത്തോടെ പറയട്ടെ, ദൈവസന്നിധിയിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവരുമായി കാണാൻ നമ്മൾക്ക് സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. ഭയത്തോടെ ദൈവത്തോടുള്ള ബഹുമാനം, ഇത് രണ്ടുമാണ് ആരാധനയിൽ പ്രതിഫലിക്കേണ്ടത്. സർദീസിലെ സഭയ്ക്ക് ദൂത് നൽകുന്ന നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ 7 ആത്മാവ്. ശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 7 ആത്മാവും കർത്താവായ യേശുവിന്റെ മേൽ അധിവസിക്കുന്നുണ്ട്. ആ കർത്താവാണ് സഭയോട് സംസാരിക്കുന്നത്. ഈ ആത്മാവ് നമ്മിലും അധിവസിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി നിർവഹിക്കുവാൻ സഹായിക്കുന്ന ഘടകമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.